ജാഗ്രത്സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുരംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ഥിതി ദൃഢപ്രജ്ഞാഭിയസ്ത്യാർത്തി ചേത് ചണ്ഡാളോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. എല്ലാവർക്കും സന്ധ്യാവന്ദനത്തിലേക്ക് സ്വാഗതം. പ്രിയരെ, ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങളിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. അദ്ദേഹത്തിന് ചണ്ഡാളനും ഗുരുവാണ് എന്ന് അനുഭവപ്പെട്ട ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 5 ശ്ലോകം മനീഷാ പഞ്ചകമായിട്ട് എഴുതിയത്. ചണ്ഡാളനും എനിക്ക് ഗുരുവാണ് എന്നാണ് എൻ്റെ മനോഗതം അല്ലെങ്കിൽ അഭിപ്രായം എന്നാണ് ഏഷാ മനീഷാ മമ എന്ന് 5 ശ്ലോകത്തിൻ്റെ അവസാനം ഏഷാ മനീഷാ മമ, ഏഷാ മനീഷാ മമ എന്നാണ്. ഇതാണ് എൻ്റെ വിചാരം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അദ്ദേഹം ഒരിക്കൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയായിട്ട സമയത്ത് ഒരു ചണ്ഡാളൻ മേല് നിറച്ച അഴുക്കും ചളിയും ചേറും ഒക്കെ ആയി ഇങ്ങനെ വരുന്നു. കയ്യിലാണെച്ചാൽ കുറച്ച് മത്സ്യങ്ങളെ തൂക്കിയിട്ടുമുണ്ട്. ഇതിലധികം ഇങ്ങനെ സാധാരണ നിലയ്ക്ക് വിഷമോ അർപ്പമുള്ളൊരു വേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. അങ്ങനെയാണ് വരവ്. ശങ്കരാചാര്യ പി നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണല്ലോ. അപ്പം പണ്ടൊക്കെ ഈ താണ ജാതിക്കാരെ കണ്ട മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയും, ഗച്ച ഗച്ച, മാറി നിൽക്കൂ മാറി നിൽക്കൂ. അതേപോലെ ഇദ്ദേഹം ഗച്ച ഗച്ച, മാറ് മാറ് എന്ന് പറഞ്ഞു ശങ്കരാചാര്യർ. ഇദ്ദേഹം ഉടനെ പറഞ്ഞു ആ ഗച്ച എന്ന്, അടുത്തേക്ക് വരൂ അടുത്തേക്ക് വരൂ. ശങ്കരാചാര്യക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. സാധാരണ അങ്ങനെ പറയാറില്ല, ഏത് കാലാന്നും കൂടി ഓർക്കണം. ആ ഗച്ചാന്നേ പറയാറില്ലല്ലോ, ഇത് എന്താ ഇപ്പം ഇതിങ്ങനെ പറയാൻ. സൂക്ഷിച്ച് നോക്കിയ സമയത്താണ് ആ ചണ്ഡാളൻ ആഹാര നിശ്ചയുണ്ടോ കാശി വിശ്വനാഥനാണ്. സർവേശ്വരനായിരിക്കുന്ന കാശി വിശ്വനാഥൻ ചണ്ഡാളൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹമാണ് നമസ്കരിച്ചു. അത് കാശി വിശ്വനാഥനായിട്ടുള്ള ചണ്ഡാളൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഇപ്പോൾ ആരോടാ മാറാൻ പറഞ്ഞേ? ഗച്ചാ ഗച്ചാന്ന് പറഞ്ഞാൽ മാറിപ്പോന്നാണല്ലോ. പുറത്ത് കാണുന്ന ശരീരത്തോടാണ് മാറാൻ പറഞ്ഞതെങ്കിൽ ശരീരം സ്വതവേ ജഡാണ്, അതിന് മാറാൻ കഴിയില്ല. ഇനി ആത്മാവിനോടാണ് മാറാൻ പറഞ്ഞതെങ്കിലോ അത് സർവത്ര നിറഞ്ഞിട്ടിരിക്കണം. എവിടേക്കാണ് മാറുക? ഇപ്പം നിറഞ്ഞ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? ഒന്നാണ് മാറുമെന്ന് ഞാൻ എന്ത് ചെയ്യാണ്ട് പോട്ടെ എന്ന് പറയേണ്ടി വരില്ലേ? ഇടതിങ്ങിയ ഒരു വസ്തു നിലനിൽക്കുമ്പോൾ എങ്ങനെ മാറും? ആര് മാറും? എവിടേക്ക് മാറും? ഇതാണ് കാശി വിശ്വനാഥൻ ചണ്ഡാള രൂപേണ ചോദിച്ചതായ ചോദ്യം. ഇതോടുകൂടി ശങ്കരാചാര്യക്ക് പ്രപഞ്ചം മുഴുവൻ ആത്മാവാണ് നിറഞ്ഞിരിക്കുന്നു എന്ന ബോധം അല്ലെങ്കിലും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഇത് ചണ്ഡാളനിൽ കൂടെയും താൻ പഠിപ്പിക്കപ്പെട്ടു. അല്ലാണ്ട് അറിയാൻ, പക്ഷേ ഇപ്പോൾ ചണ്ഡാളനാണ് തനിക്ക് പഠിപ്പിച്ച് തരേണ്ടി വന്നത്. അങ്ങനെ 5 ശ്ലോകം അദ്ദേഹം ചൊല്ലുകയാണ്. ആദ്യത്തെ ശ്ലോകമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ. ആത്മസ്വരൂപത്തെ വിവരിക്കുകയാണ്. ശരിക്കും പറയുകയാണ്, ജാഗ്രത് സ്വപ്നം സുഷുപ്തി മുതലായിരിക്കുന്ന 3 അവസ്ഥകൾക്കും അപ്പുറത്ത് നിൽക്കുന്നതേതോ അതുപോലെ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു, ബ്രഹ്മാവ് മുതൽ എറുമ്പ് വരേക്കുമുള്ള ശരീരങ്ങളിൽ, ജീവജാലങ്ങളിൽ എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നതും സൈവാഹം നച ദൃശ്യവസ്ഥിതി ദൃഢം, കാണപ്പെടുന്നതായിട്ടുള്ള ഈ വസ്തു ഒന്നുമല്ല,
അങ്ങനെ അല്ലാതെ ഏതാണോ നിൽക്കുന്നത്, കാണപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവുമല്ലാതെ നിൽക്കുന്നതെന്തോ അതാണ് സർവേശ്വരനായിരിക്കുന്ന പരമാത്മാവ് എന്ന അറിവ് ഉണ്ടാക്കി തന്നതായിട്ടുള്ളവൻ ചണ്ടാളനായാലും എനിക്ക് ഗുരുവാണ്. ചണ്ടാളനായാലും എനിക്ക് ഗുരുവാണ്. ആത്മതത്വത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരാൾ ഏതാണ് സമുദായം എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചണ്ടാളോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. ഈ ചണ്ടാളനും ഗുരുവാണ് എന്നതാണ് ഇപ്പോൾ എൻ്റെ മനോഗതം. എനിക്കിപ്പോൾ മനസ്സിലായത് അതാണെന്നർത്ഥം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ മൂന്നവസ്ഥകളെ സാധാരണ നമുക്കറിയുള്ളൂ. ഒന്നെങ്കിലും ഉണർന്നിരിക്കുക അല്ലേ, അല്ലെങ്കിൽ ഉറങ്ങി ഇരിക്കുക, അല്ലെങ്കിൽ സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉറക്കവും അല്ല ഉണരലും അല്ല എന്നാണ്. സ്വപ്നം കണ്ടാൽ ശരിക്കുള്ള സുഷുപ്തി ഉറക്കമല്ലാത്രേ. അങ്ങനെയാണെങ്കിൽ സ്വപ്നം കാണില്ല എന്നാണ്. അപ്പോൾ ജാഗ്രത, സുഷുപ്തി, സ്വപ്നം ഇതിന് മൂന്നിനും അവസ്ഥകൾക്ക് അപ്പുറത്തുള്ളതിനെയാണ് നമ്മൾ തുരീയ അവസ്ഥ എന്ന് പറയുക. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ. ധ്യാനം പൂർണ്ണമായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ, യോഗിയാവട്ടെ വേറെ എന്താച്ചാവട്ടെ, സാധാരണക്കാരനും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം, അവരുടെ മനസ്സ് യാതൊരു ഇളക്കവും ഇല്ലാതെ ഈശ്വരനുമായിട്ട് യോജിച്ച് നിൽക്കുന്ന സമയം ഏതോ അത്തരത്തിലുള്ള അവസ്ഥയ്ക്കാണ് തുരീയാവസ്ഥ എന്ന് പറയുക. അപ്പോൾ ആ തുരീയാവസ്ഥയിൽ ശോഭിക്കുന്നവനും ബ്രഹ്മാവ് മുതൽ എറുമ്പ് വരേക്കുമുള്ള എത്ര ചെറിയ ജീവികളിലും എത്ര വലിയ ജീവികളിലും ജീവാത്മസ്വരൂപത്തിൽ അന്തര്യാമിയായിട്ട് വിളങ്ങുന്നതേതോ അതും ഈ കാണുന്ന ദൃശ്യവസ്തുക്കളൊന്നും അല്ലാത്തതും ആയ പരമാത്മാവ് എല്ലാറ്റിലും ഒന്ന് തന്നെയാണ്. ആനയാവട്ടെ, ആടാവട്ടെ, എറുമ്പാവട്ടെ, ഏത് ജീവജാലങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ആത്മാവാണ് ഇതിലൊക്കെ പ്രകാശിക്കുന്നത് എന്ന തത്വം ആര് തന്നെ പഠിപ്പിച്ചു തന്നാലും അവൻ ഗുരുവാണ്. ഇപ്പോൾ ചണ്ടാളനിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ആ ചണ്ടാളനും എനിക്ക് ഗുരുവാണ് എന്നാണ് എൻ്റെ മനോഗതം. ഈ 4 ശ്ലോകത്തിൻ്റെ അവസാനം ഏഷാ മനീഷാ മമ, ഏഷാ മനീഷാ മമ എന്നാണ്. അതുകൊണ്ട് ആദ്യം ആത്മീയത്തിൽ വരുമ്പോൾ വേണ്ടത് ഭേദബുദ്ധി ഇല്ലാണ്ടിരിക്കുക. ഞാൻ ഉയർന്നവൻ, അവൻ താണവൻ, ശ്രേഷ്ഠൻ, അറിവുള്ളവൻ, അറിവില്ലാത്തവൻ. ഈ ഭേദബുദ്ധി ഉള്ളവർക്ക് ആത്മീയ ഉറച്ച കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനുള്ളിലുള്ളതൊക്കെ ആത്മാവാണ് എന്നും ആ ഒരു സമത്വബുദ്ധി ഉണ്ടാവുകയാണ് ആത്മീയത്തിൽ ആദ്യം വേണ്ടത് എന്ന് ശങ്കരാചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത് സാക്ഷിണീ സൈവാഹം നജ ദൃശ്യവർത്തിതി ദൃഢപ്രജ്ഞാപി യസ്ത്യാസ്തി ചേത് ചണ്ഡാലോസ്തു സദുദ്ദിജോസ്തു ഗുരുരീത്യേഷാ മനീഷാ മമ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.